ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരുന്നിട്ടും ഈ വർഷം ആദ്യം ബംഗ്ലാദേശിലേക്ക് നാട് കടത്തപ്പെട്ട ഗർഭിണിയെയും 8 വയസ്സുകാരനായ മകനെയും തിരികെ ഇന്ത്യയിലെത്തിച്ചു. ഇന്നലെയാണ് പശ്ചിമബംഗാളിലെ മാൾഡ ജില്ലയിലെ മഹദിപൂരിലേക്ക് സുനാലി ഖാത്തൂനും മകനും തിരികെ എത്തിയത്. സുപ്രീം കോടതിയുടെ ഇടപെടലിന് പിന്നാലെയായിരുന്നു നടപടി. 2 ദിവസം മുൻപാണ് വിഷയത്തിൽ കേന്ദ്രം സ്വീകരിച്ച നടപടിക്കെതിരെ സുപ്രീം കോടതി നിലപാടെടുത്തത്. അനധികൃത നുഴഞ്ഞുകയറ്റക്കാർ എന്ന ആരോപണത്തോടെയാണ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ സുനാലി ഖാത്തൂൻ, ഭർത്താവ് ഡാനിഷേഖ്, മകൻ സബിർ, മറ്റു 3 പേർ എന്നിവരെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തിയത്. പശ്ചിമബംഗാളിലെ ബിർഭൂം ജില്ലയിലെ ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു നാട് കടത്തപ്പെട്ട 6 പേരും. അനധികൃത കുടിയേറ്റക്കാരെന്ന് മുദ്രകുത്തി ബംഗ്ലാദേശിലേക്ക് നാട് കടത്താനുള്ള സർക്കാരിന്റെ നീക്കം റദ്ദാക്കിയ കൊൽക്കത്ത ഹൈക്കോടതിയുടെ സെപ്റ്റംബർ 26 ഉത്തരവിനെതിരെ കേന്ദ്രമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നിരവധി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് 9 മാസം ഗർഭിണിയായ സുനാലി ഖാത്തൂനും മകനും ഇന്ത്യയിലേക്ക് തിരികെ പ്രവേശിച്ചത്. മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് സുനാലിയെ തിരികെ കൊണ്ടുവരാൻ കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയത്. നാട് കടത്തപ്പെട്ട 6 മാസങ്ങൾക്ക് ശേഷമാണ് സുനാലി തിരികെ ഇന്ത്യയിലെത്തിയത്. നിലവിൽ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ചികിത്സ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും സുനാലി വീട്ടിലേക്ക് മടങ്ങുക. ഇത്തരത്തിൽ കോടതി ഉത്തരവിന് പിന്നാലെ നാട് കടത്തപ്പെട്ട ശേഷം ഇന്ത്യയിലേക്ക് തിരികെ എത്തുന്ന ആദ്യത്തെ വ്യക്തിയല്ല സുനാലി. നേരത്തെ മാൾഡയിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളിയായ അമീർ എസ് കെ കോടതിയുടെ നിർദ്ദേശപ്രകാരം തിരികെ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു.